നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രസൻറ്റ് ചെയ്യുക. ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാൻ ആദ്യം പറയാം. പിന്നെ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഞാൻ പറയാം. ആദ്യമേ തന്നെ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ, നമ്മൾ ഒരു പോയിന്റ് ചാർജ് ഇവിടെ കൺസിഡർ ചെയ്യുക. ക്യൂ എന്ന് പറയുന്ന പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ്, അതിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസിൽ മൈനസ് ക്യൂ എന്ന് പറയുന്ന മറ്റൊരു ചാർജ്. ഈ ചാർജിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, രണ്ടും ക്യൂ തന്നെയാണ്, പക്ഷെ ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവുമാണ്. ഇത് തമ്മിൽ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് 2a. നമ്മൾ ആ ഡിസ്റ്റൻസിന് 2a എന്നാണ് എടുക്കുക. കാരണം ഇതിന്റെ സെന്റർ ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഇത് എയും ഇത് എയും ആണ്. അങ്ങനെ രണ്ടും കൂടിയാണ് നമ്മൾ 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുക. So what is electric dipole? Two equal and opposite charges separated by a small distance. Two equal and opposite charges separated by a small distance. ഇതിനെയാണ് നമ്മൾ ഫിസിക്സിൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുക. ഇനി ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഈ വേൾഡ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് മോളിക്യൂൾസ് വഴിയാണ്. നമുക്കറിയാം, ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് മാറ്റർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്, ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇലക്ട്രിക് ഡൈപോൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ HCl എന്ന് പറയുന്ന ഒരു മോളിക്യൂള്, HCl, ഇത് നിങ്ങൾക്കറിയാം, ഇതിനകത്ത് H പ്ലസ് എന്ന് പറയുന്ന ഒരു അയോണും Cl മൈനസ് എന്ന് പറയുന്ന മറ്റൊരു അയോണും ഉണ്ട്. H പ്ലസ് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജ്, ഒരു ഇലക്ട്രോൺ കിട്ടിയതുകൊണ്ട് അതിന് നെഗറ്റീവ് ചാർജ്. സോ ഈ H പ്ലസും Cl മൈനസും കൂടി കമ്പൈൻ ചെയ്യുന്നു. അതായത് ഇത് H പ്ലസും മറ്റൊന്ന് Cl മൈനസും, ഇത് രണ്ടും കൂടി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒരുമിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ H പ്ലസ് എന്ന് പറയുന്നതും Cl മൈനസും കൂടി സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ചാർജിന്റെ സെന്ററുകൾ ഒരിക്കലും കോയിൻസൈഡ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഈ ചാർജിന്റെ സെന്ററുകൾ തമ്മിൽ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷെ ഒന്ന് പോസിറ്റീവാണ് മറ്റൊന്ന് നെഗറ്റീവാണ്. സോ ദിസ് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ദാറ്റ് ഈസ് two equal and opposite charge. രണ്ടും ഒരേ ചാർജ് ആണ്, അതായത് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്, പക്ഷെ ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് H പ്ലസ് ആണ്, മറ്റൊന്ന് Cl മൈനസ് ആണ്. അതിന്റെ സെന്റർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് 2a ആണ്. സോ ഈ HCl എന്ന് പറയുന്ന മോളിക്യൂൾസിന് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. NaCl, H2, അങ്ങനെയുള്ള എല്ലാ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാലും അത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണെന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ പറയുമ്പോൾ ഇലക്ട്രിക് ഡൈപോളില് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം നമ്മൾ പറയുന്നുണ്ട്. അതാണ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ്. നമ്മൾ ഡൈപോൾ മൂവ്മെന്റ് എന്നാണ് പറയുക. ഡൈപോൾ മൂവ്മെന്റ് എന്താണ്? ഡൈപോൾ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ചാർജ്, അതായത് ഏതെങ്കിലും ഒരു ചാർജ്, നമുക്കറിയാം ഒന്ന് പ്ലസ് ആണ് മറ്റൊന്ന് മൈനസ് ആണെന്നുള്ളൂ, പക്ഷെ മാഗ്നിറ്റ്യൂഡ് രണ്ടിന്റെയും സെയിം തന്നെയാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ 2a എന്നാണ് എടുത്തത്. സോ ഈ 2a എന്ന് പറയുന്ന ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു q, ഇതിനെയാണ് നമ്മൾ ഡൈപോൾ മൂവ്മെന്റ് P എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഡൈപോൾ മൂവ്മെന്റ്? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഈ ഡൈപോളിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇനി വരുന്നൊരു ടോപ്പിക്കിൽ ഞാൻ പറയാം എന്താണെന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞ ഈ ഡൈപോൾ മൂവ്മെന്റ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമുക്കറിയാം, ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇതിനൊരു ഡയറക്ഷൻ വേണം.
ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്, ഒരു നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജ് വരെയാണ് ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ദിസ് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? Q into 2a ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. Q എന്ന് പറഞ്ഞ ചാർജ് ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്. 2a is the distance, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ കൂളം മീറ്റർ ആണ് നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. എന്താണ് ഡൈപോൾ മൊമെന്റ്? നമ്മളിത് ഈ ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ടേമാണ്. അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മൾ പറയാം. അതിന് മുമ്പ് അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. അതിന്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. വേറൊരു കാര്യം കൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ നമുക്ക് ഈ ഡൈപോൾ മൊമെന്റിന്റെ ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യേണ്ട ഘട്ടങ്ങൾ വരും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് പോയിന്റിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ട് ഈ ഡൈപോളിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ലെങ്തി ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് പിയിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ ചെയ്യുക, ഈ ഡൈപോളിന്റെ സെന്ററിനെ നമ്മൾ ആ പോയിന്റിൽ കൊണ്ടുവയ്ക്കും. എന്ന് വെച്ചാൽ ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. ഈ സെന്റർ ആണ് നമ്മൾ എന്ത് പറയുക? ഈ ഡൈപോളിന്റെ സെന്റർ നമ്മൾ ഈ പിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഡൈപോള് പി എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ ദ ലൊക്കേഷൻ, അതായത് ഒരു ഡൈപോളിനെ ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ആ ഡൈപോളിന്റെ സെന്റർ ആ പോയിന്റിൽ പ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ആ ഡൈപോള് ആ പോയിന്റ് പിയിലാണെന്ന് പറയാം. അപ്പോൾ ചില ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ടോപ്പിക്കിൽ ഡൈപോളിൽ നിന്ന് 6 ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഡൈപോളിൽ നിന്ന് 6 ഡിസ്റ്റൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഈ ഡൈപോളിന്റെ എന്താണ് സെന്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഇതാണ് ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ? ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് എന്താണെന്ന് ചോദിക്കും. നമുക്കറിയാം, ഒരു പ്ലസ് ക്യൂ ചാർജ്, മറ്റൊരു മൈനസ് ക്യൂ ചാർജ്. അപ്പോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ നമ്മൾ ആഡ് ചെയ്താൽ എന്താ വരിക? നമുക്ക് 0. സോ ദ ടോട്ടൽ ചാർജ് ഓഫ് ദി ഇലക്ട്രിക് ഡൈപോൾ ഈസ് 0 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രിക് ഡൈപോളിനായിട്ട് ബേസ് ചെയ്ത് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അത് പറയുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു ടോപ്പിക്, അതും നമുക്ക് സെക്കൻഡ് ഇയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു ടോപ്പിക് ഇതാണ് ഡൈപോൾ. ഈ ഡൈപോളിനെ നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇതാണ് നമ്മുടെ ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ placed in a uniform electric field. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഈ ഡൈപോളിനെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ സംഭവിക്കും, എന്താണ് അവിടെ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി, ഇവയൊക്കെ കാര്യങ്ങളാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു യൂണിഫോം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ സാധാരണ യൂണിഫോം ഫീൽഡ് വരയ്ക്കുക എങ്ങനെയാണ്? ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു യൂണിഫോം ഫീൽഡ്. അപ്പോൾ ഈ യൂണിഫോം ഫീൽഡ് എങ്ങനെ ഉണ്ടാക്കുക? സിമ്പിളാണ്. നമ്മളിവിടെ കുറച്ച് പോസിറ്റീവ് ചാർജസ് വയ്ക്കുന്നു, അത്രയും തന്നെ നെഗറ്റീവ് ചാർജസ് ഇവിടെ വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതിനിടയിലുള്ള ഫീൽഡ് എന്തായിരിക്കും? ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും, അല്ലെങ്കിൽ ഫീൽഡ് എപ്പോഴും, ഇലക്ട്രിക് ഫോഴ്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് എത്ര ഉണ്ടെങ്കിലും അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു യൂണിഫോം ഫീൽഡ് കിട്ടും. സോ അങ്ങനെ നമ്മളൊരു യൂണിഫോം ഫീൽഡ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ യൂണിഫോം ഫീൽഡിൽ ഒരു ഡൈപോൾ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. അതായത് ഡൈപോൾ നമുക്കറിയാം മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a-യും AB എന്ന് നമ്മൾ അതിന് പേര് കൊടുക്കുകയാണ്, AB. സോ AB എന്ന് പറയുന്ന ഒരു ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക? ഇതില് ഈ കാണുന്നതാണ് ഡൈപോളിന്റെ ആക്സിസ് എന്ന് പറയുന്നത്.
ഈ ആക്സിസുമായിട്ട് ഈ ആക്സിസും ഇലക്ട്രിക് ഫീൽഡും ഒരു പർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡൈപോൾ പ്ലേസ് ചെയ്യുക. ദാറ്റ് മീൻസ് ദർ ഇസ് എൻ ആംഗിൾ, അതായത് നമ്മളിവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ആംഗിൾ തീറ്റ. സോ ഹിയർ വി കൺസിഡർ an electric dipole, and this electric dipole is placed with an angle theta with the direction of the electric field. ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിന്റെ ആക്സിസും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡൈപോളിനെ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഡൈപോൾ നമുക്കറിയാം പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഉണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. ഈ ഡൈപോള് എ ബി എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതൊരു ട്രയാങ്കിൾ ഫോമിലാക്കുന്നു. ആ ട്രയാങ്കിൾ ഞാൻ സി എന്ന് മാർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു എ ബി സി എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ആക്കി ഇതിൽ മാറ്റി. ഇനി നമുക്കറിയാം ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് F equal to what? E/Q ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? E എന്ന് പറയുന്നത് എന്താണ്? F/Q ആണ്. ഫോഴ്സ് ബൈ ചാർജ് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. സോ വാട്ട് ഈസ് F? F is equal to E into Q ആണ്. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് ചാർജിനെ പ്ലേസ് ചെയ്താൽ അതില് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. ഇത് രണ്ടും ഒരേ ഇലക്ട്രിക് ഫീൽഡിലാണ്, ഇ എന്ന് പറയുന്ന ഒരേ ഇലക്ട്രിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂ ചാർജില് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? E into Q ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയത് കാരണം ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലായിരിക്കും ഇ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് അനുഭവപ്പെടുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, മൈനസ് ക്യൂ ചാർജിലും എന്ത് തന്നെ സെയിം ഫോഴ്സ് അനുഭവപ്പെടും. പക്ഷെ അത് എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് പ്ലസ് ക്യൂവില് along the direction of the electric field ആക്ട് ചെയ്യും. ഇ ക്യൂ എന്ന് പറയുന്ന മറ്റൊരു ഈക്വൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡിൽ ആക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ നോക്കാം, ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോള്. ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ ഒരു പോർഷനെ ഇവിടെ നമ്മൾ ഇങ്ങനെയും ഇവിടുത്തെ പോർഷൻ നമ്മൾ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈക്വൽ ഫോഴ്സ് രണ്ട്, ഇവിടെയും ഇ ക്യൂ ഇവിടെയും ഇ ക്യൂ, അപ്പൊ സെയിം ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വിൽ റൊട്ടേറ്റ്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോളില് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിൽ റൊട്ടേറ്റ്. ദാറ്റ് മീൻസ് ഈ ഡൈപോള് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം, റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആവശ്യമാണ്, ടോർക്ക് ആവശ്യമാണ്. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോള് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിൽ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്കാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്താണ് ടോർക്ക്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഇ ക്യൂ ആണ്, ഇവിടെയും ഇ ക്യൂ ആണ്, അപ്പൊ സെയിം ഫോഴ്സസ് ആണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഇത് ഇ ക്യൂ ആണ്, ഇത് ഇ ക്യൂ ആണ്, രണ്ടും ഒരെണ്ണം ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ആക്ട് എന്ന് വെച്ചാൽ ഇത് തമ്മിലുണ്ട് ഈ രണ്ട് ഫോഴ്സസും ഒരേപോലെയാണ്, ഇവിടെയും ഇവിടെയും ഇങ്ങനെ ആക്ട് ചെയ്യാണ്. ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ബി സി ആയിരിക്കും. അതായത് ഒരു ഫോഴ്സ് ഇങ്ങനെയും ഒരു ഫോഴ്സ് ഇങ്ങനെയും, അപ്പൊ ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഈ കാണുന്ന ബി സി ആണ്. അപ്പൊ ഏതാണ് ഫോഴ്സ്? രണ്ട് സെയിം ഫോഴ്സ് ആണ്. ഏതൊക്കെയാ? ഇ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ്. ആൻഡ് വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്? ദാറ്റ് ഈസ് ബി സി. ഓക്കെ, സോ ടോർക്ക് ടോസ് ഈക്വൽ ടു ഇ ക്യൂ ഇൻറ്റു പി സി. ഓക്കെ, നമ്മളിവിടെ ആദ്യം പറഞ്ഞ പോലെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ദാറ്റ് ഈസ് ഫ്രം ട്രയാങ്കിൾ എ ബി സി. Okay, what is sin theta from this triangle? This is the angle and this BC is the opposite side and AB is the hypotenuse. So what is sin theta? Opposite side divided by hypotenuse. That is BC by
2a. Hypotenuse എന്ന് പറയുന്നത് distance between the two charges ആണ്, that is 2a ആണ്. That is sin theta is equal to what? BC by 2a, or BC is equal to what? 2a sin theta. Okay, therefore torque tau is equal to what? Force into perpendicular distance, that is EQ into 2a sin theta. Okay, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് Q into 2a ആണ് ഡൈപോൾ മൊമെന്റ്. അപ്പൊ നമുക്കിവിടെ Q into 2a പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡൈപോൾ മൊമെന്റ് P എന്ന് കൊടുക്കാം. So what is the equation? Torque tau is equal to, ഇതിന് പകരം കൊടുക്കുമ്പോൾ this is P sin theta. That means the torque is equal to P into E sin theta. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് Q into 2a ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഡൈപോളിലെ ചാർജ് ഞാൻ ഇവിടെ ഇപ്പോൾ +Q -Q ആണ് വെച്ചത്. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇവിടെ ഞാൻ ഈ Q എന്നുള്ളത് 2Q ആക്കി, ഇവിടെ -2Q ആക്കി. ഇവിടെ 2Q ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? 2Q into 2a എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് കൂടും. ഡൈപോൾ മൊമെന്റ് കൂടിയാൽ എന്തും കൂടും? ടോർക്കും കൂടും. എന്ന് വെച്ചാൽ ഈ Q എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ P എന്ന് പറയുന്ന ഡൈപോൾ, Q ഇൻക്രീസ് ചെയ്താൽ എന്ത് ഇൻക്രീസ് ചെയ്യും? P എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റ് ഇൻക്രീസ് ചെയ്യും. ഈ P ഇൻക്രീസ് ചെയ്താൽ എന്ത് ഇൻക്രീസ് ചെയ്യും? ടോർക്ക് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് അപ്പൊ ഇവിടെ Q എന്ന് പറഞ്ഞാൽ 2Q ആക്കി, ഇതിന് പറഞ്ഞാൽ ½ Q ഇവിടെ ½ Q ആക്കിയാലോ, അവിടെ Q കുറഞ്ഞു, P കുറഞ്ഞു, P കുറഞ്ഞാൽ എന്ത് കുറയും? ടോർക്ക് കുറയും. അപ്പോൾ ഒരു P എന്ന് പറയുന്നത് എത്രത്തോളം വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡൈപോളിന്റെ എഫക്റ്റീവ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ എഫക്റ്റീവ്നെസ് P കൂടിയതിന് അർത്ഥം എന്താ? വളരെ വലിയ ടോർക്കോട് കൂടി ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പം നമ്മൾ we have to apply more forces to stop this dipole. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെന്റിന് എന്താണ് ഡൈപോൾ മൊമെന്റിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ഡൈപോളിന്റെ എഫക്റ്റീവ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ടേമാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടി ടോർക്ക് ടു ടോസ് ഈക്വൽ ടു P sin theta ആണ്. ഇത് വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ടോർക്ക് ടോസ് ഈക്വൽ ടു P ക്രോസ് E എന്ന് എഴുതാം. ടോർക്ക് ടോസ് ഈക്വൽ ടു P ക്രോസ് E, കാരണം P എന്ന് പറയുന്നത് വെക്ടർ ആണ്, E എന്ന് പറയുന്നത് വെക്ടർ തന്നെയാണ്. അപ്പോൾ ടോർക്ക് ടോസ് ഈക്വൽ ടു P ക്രോസ് E എന്ന് എഴുതാം. ഇനി നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദി ടോർക്ക്? ഇത് എവിടെ വരെ ഇത് മാക്സിമം വരും എന്നാണ് ചോദിക്കുക. മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ടോസ് ഈക്വൽ ടു P sin theta ആണ്. അതിൽ sin theta become 1. sin theta 1 വന്നു കഴിഞ്ഞാൽ ടോർക്ക് മാക്സിമം ആവും. sin theta 1 വരുന്നത് എപ്പോഴാണ്? theta 90 ഡിഗ്രി ആകുമ്പോൾ. So when theta is equal to 90 degree, the torque become maximum torque ആവും ആ സമയത്ത്. That is, what is the value of maximum torque? Torque tau is equal to P. Okay, so torque tau is equal to P into E എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുക. ഇതാണ് നമ്മളുടെ ടോർക്കിന്റെ മീൻസ് when we place an electric dipole around in a uniform electric field, we get a torque and torque expression. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ടോപ്പിക്ക്. ഇതിനുശേഷം നമ്മൾ പറയുക ഒരു ഇലക്ട്രിക് ഡൈപോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ചാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ആക്സിസിൽ ഒരു പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ്, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ്. അത് രണ്ടും നമ്മളൊരു പ്രസൻറ്റേഷൻ പോലെ കാണിക്കും, വീഡിയോ പോലെ കാണിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയുമാണ് നമ്മുടെ ടോപ്പിക്ക് ഇലക്ട്രിക് ഡൈപോളിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.